അധ്യക്ഷൻ ബഹുമാനായ പയസ് ജേക്കബ് കൊളമാക്കൽ, ആശംസാവാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട ഉണ്ടിക്കുളം സാബു, പാലാരൂപതയുടെ AKCC ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നലച്ച, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഉച്ചപുരക്കലച്ച, ഈ ഫൊറോനായുടെ ആദരണീയനായ വികാരി ബഹുമാനപ്പെട്ട വലിയ വീട്ടിൽ തോമാച്ച, സ്നേഹ ബഹുമാനപ്പെട്ട സാജു അലക്സ് AKCC പാലാരൂപത പ്രസിഡന്റ്, പ്രിയങ്കരനായ രാജീവ് പാലാരൂപത AKCC ജനറൽ സെക്രട്ടറി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു പ്രസംഗം കൂടെ ഇന്നേക്ക് നടത്താൻ പറ്റാത്ത വിധത്തിൽ ഇന്നത്തെ ശുശ്രൂഷകൾ കൊണ്ട് ഞാൻ ക്ഷീണിച്ചിട്ടുമുണ്ട്. ഞാനിവിടെ വന്നതിൻ്റെ കാരണം ഈ പ്രസ്ഥാനത്തോട് ഞാറക്കുന്നലച്ചൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്കുള്ള അടുപ്പവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് 5:45 രൂപതാ കേന്ദ്രത്തിൽ വീണ്ടും അത്യാവശ്യമായ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. നമ്മളുടെ പാല എന്ന് പൊതുവെ നമ്മൾ പറയുന്ന അവിടെ നിന്ന് പൊട്ടി ഒഴുകിയ 2 വലിയ കൈ വഴികളാണ് ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കുമുള്ള കുടിയേറ്റ പ്രസ്ഥാനം. ഈ കുടിയേറ്റത്തിലൂടെ നമുക്ക് 2 ഗുണങ്ങൾ കിട്ടി. നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ സ്വന്തം സഹോദരങ്ങൾ ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കും പോയി കൃഷി നടത്തി അവിടെ നമ്മുടെ സത്യവിശ്വാസം പ്രചരിപ്പിച്ച് ഒരു കാർഷിക തരംഗം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവര് നാട്ടിലുള്ള വീട്ടുകാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വളരെയധികം വളർത്തുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റത്തിലൂടെ ഇവിടെ നിന്ന് മറ്റ് സ്ഥലത്തേക്ക് പോയവർക്ക് കിട്ടിയതിനേക്കാൾ മേന്മ ഇവിടെയുള്ള അവരുടെ സ്വന്തം വീട്ടുകാർക്കാണ് കിട്ടിയത്. ഇവിടെ വീട്ടിലുള്ള പെങ്ങന്മാരെയും അവരുടെ മക്കളെയും എല്ലാം കല്യാണം കഴിച്ച് വിടാനുള്ള സാമ്പത്തികം നമ്മളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് നൽകിക്കൊണ്ടിരുന്നത് കുടിയേറ്റക്കാരായി മലബാറിലും ഹൈറേഞ്ചിലും പോയി അധ്വാനിച്ച ആ സഹോദരങ്ങളാണ്. അത് ആണ് വാസ്തവത്തില് പാലാരൂപതയുടെ ഒരു ശക്തിയായിട്ട് എന്നും നമ്മൾ കരുതുന്നതും നമ്മളെ അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായ ചിന്തയിലേക്ക് കൊണ്ടുവന്നതും ഇവിടെ നിന്ന് പോയി അധ്വാനിച്ച ആ സഹോദരങ്ങളാണ്. ഇവിടെ തീക്കോയില് നമ്മൾ ഈ സമ്മേളനം കൂടുമ്പോൾ ഞാൻ കരുതുന്നു അതിന് വളരെയേറെ അടിസ്ഥാനപരമായ സവിശേഷതകളുണ്ട്. തീക്കോയി സായിപ്പുമാർക്ക് പോലും വളരെ ഇഷ്ടപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. അതിൻ്റെയും പ്രധാന കാരണം ഇത് നല്ല ഒരു കാർഷിക മേഖല ആണ് എന്നതാണ്. നാനാജാതി മതസ്ഥര് ഒന്നിച്ച് താമസിച്ച് ഈ ഭൂമിയിൽ അധ്വാനിച്ച് അവർക്കാവശ്യമുള്ള എല്ലാ നാണ്യ വിളകളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഇവിടെ വന്ന വിദേശികൾക്ക് ഈ തീക്കോയി വലിയ ഒരു കേന്ദ്രമായിരുന്നു. തീക്കോയിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും സമയപരിമിതി മൂലം പ്രവേശിക്കുന്നില്ല. ഈ തീക്കോയി ഫൊറോനായിൽപ്പെട്ട കൊച്ചുകുട്ടികൾ ഭരണജ്ഞാനത്ത് കുർബാനയ്ക്കായി വന്നപ്പോൾ അവരോട് ഞാൻ ഈ തീക്കോയിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ചുരുക്കമായിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മളിത് AKCCയുടെ പാലാരൂപത ഉത്തരവാദിത്വത്തിൽ നടത്തുന്ന ഒരു കർഷക മുന്നേറ്റ റാലിയും അതിനോട് അനുബന്ധിച്ചുള്ള നമ്മുടെ പ്രതിഷേധ ശബ്ദങ്ങളും എല്ലാം ബഹുമാനായ ജോർജ് വർഗീസ് അച്ഛന് ശക്തമായ ഭാഷയിൽ നമ്മളോട് പറഞ്ഞു. AKCC നമ്മളുടെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള
ഒരു ബൗദ്ധിക കേന്ദ്രമായിട്ട് കൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗമായിട്ട് മാറി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു കാര്യം മാത്രമല്ല. എനിക്ക് വ്യക്തമായിട്ടറിയാം, AKCC ഈ നാളുകളിൽ ജോർജ് വർഗീസിന്റെ അച്ഛന്റെയും സാജു അലക്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടായ്മകൾ വഴി എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ, ഹൈന്ദവരും മുസ്ലിങ്ങളും ഉൾപ്പെടെ ഈ കാർഷിക മേഖലയിലേക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ ഭരണകൂടത്തിനും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനുമൊക്കെ നമ്മൾ കൊടുക്കേണ്ട ചില മൗലികമായ ചിന്തകളെ കുറിച്ചുമുള്ള ഒരു ബോധവൽക്കരണം ഈ കാലഘട്ടങ്ങളിൽ നടത്തി. എനിക്കതിന് അതിയായ സന്തോഷം ഇവരോട്, പ്രത്യേകിച്ച് AKCC പാലാരൂപതയുടെ ഭാരവാഹികളോടുണ്ട്. നമ്മളുടെ ഈ രാജ്യത്തൊരു ജനാധിപത്യ ബോധവൽക്കരണം നടത്താനായിട്ട്, ഒരു കാർഷിക വിപ്ലവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചലനം ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. ആ കൂട്ടത്തിലെ ചുരുക്കം ചില അവസരങ്ങളിൽ നമ്മളുടെ ദേവാലയങ്ങളിൽ വായിക്കാൻ കൃഷിയെക്കുറിച്ചും കുടുംബ കൃഷിയെക്കുറിച്ചും എല്ലാം ഞാനും നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ചിന്തകളെല്ലാം നിങ്ങൾ സാധിക്കുന്ന വിധത്തിലൊക്കെ ബഹുമാനപ്പെട്ട വൈദികരും അധ്യാപകരും കുടുംബിനികളും ഒക്കെ സ്വീകരിക്കുകയും കാർഷിക രംഗത്തോട് പുതിയ ഒരു ആഭിമുഖ്യം കാണിക്കുവാനായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഞാറക്കുന്നേലച്ഛന് കിഴക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ അവസാനം പറഞ്ഞു വെച്ചത്. നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും കിഴക്കിന് വലിയ പ്രാധാന്യമുണ്ട്. വേദപുസ്തകം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം സഹോദരങ്ങളുടെ പാരമ്പര്യം നോക്കുമ്പോൾ, ആത്യന്തികമായിട്ട് കിഴക്ക് വിജ്ഞാനത്തിന്റെ, അധ്വാനത്തിന്റെ, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ എല്ലാം ഒരു കേന്ദ്രമാണ്. നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ചൈതന്യം നമ്മളുടേത് ക്രൈസ്തവരുടെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും കിഴക്കിന് അഭിമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവവിചാരം കാത്തു സൂക്ഷിക്കുന്നു, ദേവാലയങ്ങൾ പണിയുന്നു, അമ്പലങ്ങളും മോസ്കുകളും പണിയുന്നു ആ ദിശയിൽ. അതെല്ലാം ഈ വലിയ ഒരു ദൈവവിചാരത്തിന്റെ ഭാഗം കൂടിയാണ്. വേദശാസ്ത്രികളായ 3 വലിയ പണ്ഡിതന്മാര് കിഴക്ക് നിന്നാണ് പോയി ഈശോ പിറന്ന കാര്യം അന്വേഷിച്ചത്. പണ്ഡിത ലോകത്തില് പെട്ട വലിയ സ്കോളേഴ്സ് പറയുന്നത് എല്ലാ വിജ്ഞാനങ്ങളും എല്ലാ ഭാഷകളും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുകയാണ് ചെയ്തത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകിയതല്ല. അങ്ങനെ ഒരിക്കൽ വന്നവരെല്ലാം ഇവിടെയുള്ള നമ്മുടെ നല്ല കാര്യങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഭൂലോകത്തിന് ഒരു കിഴക്കുണ്ട്, ഒരു രാജ്യത്തിന് കിഴക്കുണ്ട്, ഒരു പ്രദേശത്തിന് കിഴക്കുണ്ട്, ഒരു രാജ്യത്തിന് കിഴക്കുണ്ട്, നമ്മളുടെ രൂപതയ്ക്ക് കിഴക്കുണ്ട്. എന്തിനാ ഈ തീക്കോയ്ക്ക് തന്നെ കിഴക്കും പടിഞ്ഞാറും ഉണ്ടല്ലോ. അപ്പൊ പൊതുവെ നമ്മള് കിഴക്ക് എന്ന് പറയുന്നത് വലിയ പ്രത്യാശയുടെ ഒരു സ്ഥലമാണ്. ഈ കിഴക്കൻ മേഖലയുടെ കേന്ദ്രമായ ഈ തിക്കോയില് ഈ കർഷക സമ്മേളനം കൂടാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട്. നല്ല ഒരു കർഷകനും കൂടിയായ വികാരിയച്ഛന് വലിയ വീട്ടിൽ തോമാച്ചന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങള് രൂപതയ്ക്ക് തന്നെ വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഒട്ടും അതിശയോക്തി ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു പൊതു കാര്യമാണല്ലോ. നമ്മളുടെ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ വന്നപ്പോൾ അത് ഏറ്റവും ആദ്യം, ഒരുപക്ഷെ ഏറ്റവും ആഴത്തിലും പഠിച്ച 2 വൈദിക ശ്രേഷ്ഠരാണ് ഞാറക്കുന്നേലച്ഛനും കൊച്ചുപുരയ്ക്കലച്ഛനും. ആ കൂട്ടത്തിൽ നമ്മുടെ വികാരിയച്ഛനും അതിനോട് ചേർന്ന് നിന്നു. ഒരുപക്ഷെ നമ്മളുടെ ഇന്ത്യയിലെ വക്കീലന്മാരോ അല്ലെങ്കിൽ മറ്റു വലിയ പൊതുമേഖലയിൽ നിൽക്കുന്ന പണ്ഡിതന്മാരോ ഒക്കെ പഠിച്ചതിനേക്കാള് ആ കാര്യം എന്താണ്, അതുകൊണ്ട് നമുക്ക് വരുന്ന ദോഷം എന്താണ് എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ആഴമായ പഠനങ്ങള് നമ്മളുടെ AKCCയും ഹൈറേഞ്ച് സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള നമ്മളുടെ കൊച്ചുപുരയ്ക്കലച്ഛനും എല്ലാം നടത്തുകയുണ്ടായി. അദ്ദേഹം ഈ നാളുകളിൽ നമുക്ക് അദ്ദേഹത്തിന്റെ രൂപതയ്ക്ക് മാത്രമല്ല ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ എന്ന നിലയ്ക്ക് കൊച്ചുപുരയ്ക്കലച്ഛന് ഈ ആഭിമുഖ്യമുള്ള എല്ലാവർക്കും ഒരു നേതൃത്വം നൽകിയിട്ടുണ്ട്.
ഒരുപാട് പൊതുവേദികളിൽ അദ്ദേഹം അതിന്റെ അപകടങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഞാറക്കുന്നേലച്ഛനും സാജുവും രാജീവും എല്ലാം ആ ഒരു വലിയ മിഷൻ പ്രവർത്തനം കൂടെ ചെയ്തവരാണ്. അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ കൂടിവരവ് അതും തീക്കോയിലുള്ള കിഴക്കിന്റെ ഈറ്റില്ലത്ത് വെച്ച് നമ്മൾ നടത്തുന്ന ഈ മീറ്റിങ്ങിന് വലിയ ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. നമ്മൾ ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ആയിരിക്കുമ്പോഴാണ് നമ്മളുടെ ആവശ്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത്. നമ്മള് അച്ഛൻ പറഞ്ഞതുപോലെ എത്തിച്ചേർന്നിരിക്കുന്ന ആ പ്രതിസന്ധി വളരെ വലുതാണ്. നമ്മൾ സാധാരണക്കാരായ വളരെ ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ. നമ്മളുടെ വീട്ടിലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നമുക്കറിയാം. 3-4 ഏക്കർ പരമാവധി ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും. ഞങ്ങൾ എല്ലാവരും അതിൽപ്പെട്ടവരാണ്. ഈ 2-3 ഏക്കർ സ്ഥലത്തുള്ള റബ്ബറിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് നമ്മുടെ വീട് നമ്മൾ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് AKCC ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ ഒരു പ്രതിഷേധ ശബ്ദം കൂടെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ അവരെ ഒന്നും നമ്മൾ നോക്കാണ്ട് അതേസമയം മാന്യമായ ഭാഷയിൽ നമുക്ക് നമ്മളുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടുകൂടിയാണ്. നമുക്ക് ജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമല്ലാത്ത വിധത്തില് നമ്മളുടെ വീട്ടുകാര് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞങ്ങളും എല്ലാവരും വിഷമിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഇന്ന് നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി എങ്കിലും ഇവിടെ വെച്ച് ഈ സമ്മേളനം ഇതുപോലെ കൂടാൻ സാധിച്ചതിൽ ആത്മീയ ചിന്തകളുണ്ട്, രാഷ്ട്രീയ സാംസ്കാരിക ചിന്തകളുണ്ട്. ഹൈറേഞ്ച് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപിടി വിഷയങ്ങളിൽ ഈ ലോ റേഞ്ചിൽപ്പെടുന്ന ആളുകൾക്കുള്ള താല്പര്യം കൂടി അറിയിക്കുവാനുള്ള ഒരു ശ്രദ്ധയും എല്ലാം ഉണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഈ തിക്കോയി സമ്മേളനം മോശ ദൈവവുമായിട്ട് കണ്ടനുഭവിച്ച ഒരു ബേണിംഗ് ബുഷ് പോലെ നമ്മളുടെ ഉള്ളിൽ കത്തി ജ്വലിക്കുന്ന ഒരു ആവേശം പകരുന്ന ഒരു മീറ്റിംഗ് ആയിട്ട് മാറണം. ഇവിടെ ഒത്തിരി സഹോദരിമാരും ഇരിപ്പുണ്ട്. അവരെല്ലാം ഈ പറമ്പും കൃഷിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കൃഷി ചെയ്യണം. നമുക്ക് പലപ്പോഴും ഉള്ളൊരു പരാജയം 2 ഏക്കർ സ്ഥലം ഉള്ള ആളുകളും നമ്മളൊരു കസേരയും ഇട്ട് അവിടെ ഇരുന്ന് വേറെ ആരെയെങ്കിലും കൂലിക്ക് വിളിച്ച് നമ്മൾ കൃഷി ചെയ്യിക്കുകയാണ്. അതിനാണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപമാറ്റം ഉണ്ടാകേണ്ടത്. നമ്മളുടെ പറമ്പില് നമ്മൾ കൃഷി ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ പറമ്പ് പരിചയപ്പെടുത്തണം. അവിടെ അധ്വാനിക്കാൻ അവരെ പഠിപ്പിക്കണം. ഇന്ന് കുട്ടികളെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 10, 15, 20 വയസ്സുള്ള കുട്ടികളോട് നിങ്ങളുടെ ചാച്ചന് എത്ര ഏക്കർ സ്ഥലമുണ്ട്, എന്ത് കൃഷിയുണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് കാര്യമായിട്ട് അതേക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങള് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിചയപ്പെടുത്തണം. അവരെ ആ പറമ്പിനെ സ്നേഹിക്കണം. ആ സ്ഥലത്തുള്ള കൃഷി നടത്തുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. അതുപോലെ അമ്മച്ചിമാരായിട്ടുള്ള സഹോദരിമാര് അവരുടെ പെൺമക്കളെ അവരുടെ അടുക്കള പരിചയപ്പെടുത്തണം. ഏതെങ്കിലും ബേക്കറിയിൽ, ഇവിടെ ഒത്തിരി ബേക്കറിയുള്ള സ്ഥലമാണ്, ഞാൻ അവർക്കെതിരായിട്ടൊന്നും സംസാരിക്കുകയല്ല. അങ്ങനെയുള്ള ഭക്ഷണങ്ങള് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം മേടിച്ചു കൊടുത്ത് ഒരു കട്ടൻ കാപ്പി പോലും ചൂടാക്കി തരാൻ അറിയാൻ പാടില്ലാത്ത വിധത്തിലാണ് പെൺകുട്ടികളെ നമ്മൾ കല്യാണം കഴിച്ചു വിടുന്ന അവസരത്തിൽ പോലും. അതെല്ലാം വലിയ തെറ്റാണ്, വലിയ പിശകുകളാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ വലിയൊരു ക്ഷതമാണിത്. നിങ്ങളെ കുട്ടികളെ അത് പഠിപ്പിക്കണം. ഭക്ഷണം പാകം ചെയ്യാനും അടുക്കളയിൽ അമ്മച്ചിമാരെ സഹായിക്കാൻ, അതൊക്കെ അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ ഒരു ഭാഗം കൂടിയായിട്ട് നമുക്കെടുക്കണം. അതുകൊണ്ട് ഈ തിക്കോയി സമ്മേളനം നമ്മളുടെ രൂപതാതലത്തില് നമ്മളുടെ സമൂഹത്തിന് പുറത്തേക്കും എത്തി നിൽക്കുന്ന ഒരു ചൈതന്യം, ജ്വലിച്ചു നിൽക്കുന്ന ഒരു ആവേശം, ഒരു രൂപാന്തരീകരണത്തിന്റെ മുഖം എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കണം. നമ്മളാണ് ഈ രാഷ്ട്രത്തെ നിർമ്മിക്കേണ്ടത്. നേഷൻ ബിൽഡിങ്ങില് നമുക്ക് നിർണായകമായ ഒരു സ്വാധീനമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന്റെ
വിവേകവും വിവരവുമുള്ള നേതാക്കന്മാരെല്ലാം അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തില്, ഈ രാജ്യത്തെ ബിൽഡപ്പ് ചെയ്യുന്നതില്, നേഷൻ ബിൽഡിങ്ങില് നമുക്കുള്ള ആ ഒരു പ്രത്യേകമായ ദൗത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ AKCC സമ്മേളനങ്ങള് അത്തരത്തില് ഒരു ജനാധിപത്യ വികാരവും ഒരു റിപ്പബ്ലിക്കൻ ചിന്തയും വിവിധ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെ കണ്ണിയായിട്ട് നമ്മൾ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ കൂടി എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു വലിയ സഭയായിട്ട്, വലിയ ഒരു ഗ്രൂപ്പായിട്ട് സമ്മേളിക്കുമ്പോൾ ഇവിടെ നിന്ന് ഹൈറേഞ്ച് മലബാറിലേക്ക് പോയ നമ്മുടെ പൂർവികന്മാര്, ഇപ്പോഴും ഉള്ളവര് ഈ പ്രദേശത്ത് വന്ന് നമ്മുടെ കാർഷിക മേഖലയെ ആസ്വദിച്ച് അതിൽ നിന്ന് വലിയ സംഭാവനകൾ സ്വീകരിച്ച വിദേശികള്, നമ്മളുടെ മക്കള്, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഈ സമ്മേളനത്തിന് ഇവിടെ വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത പ്രിയപ്പെട്ട തോമാച്ചനെയും യോഗാധ്യക്ഷനെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഞാനൊക്കൊന്നിൽ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് മേഖലകള് പ്രാദേശിക സമ്മേളനങ്ങള് കൊറോണ മീറ്റിങ്ങുകളൊക്കെ കൂടുന്നത് നമ്മൾ ഈ ഏപ്രിൽ മാസത്തില് ദിവസം നിങ്ങളോട് പിന്നെ പറയും, പാലായിൽ വെച്ച് നമുക്കൊരു വലിയ സമ്മേളനം കൂടാൻ വേണ്ടിയാണ്. ഏറ്റവും ചുരുങ്ങിയത് 1,00,000 ആളെങ്കിലും അതിനകത്തുണ്ടാകണം. നമ്മള് പാലാരൂപത എന്ന് പറയുന്ന ആ പ്രദേശത്തിനുള്ളില് നമ്മളെല്ലാവരും കൂടെ 8,00,000 ആളുകളുണ്ട്. 8,00,000 ആളുകളുണ്ട്. നമ്മളെ ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാവരും ഉൾപ്പെടെ പാലാ രൂപത എന്ന് പറയുന്ന ടെറിറ്ററിക്കുള്ളില് 8,00,000 ആളുകളുണ്ട്. ന്യായമായ ഒരു കാര്യം മാത്രമാണ് AKCC അന്ന് ആവശ്യപ്പെടുന്നത്. 8,00,000 ആളുകളുള്ളപ്പോൾ 1,00,000, 8-1 എങ്കിലും നമ്മൾ പാലായില് വരണം. അങ്ങനെ AKCC വഴി നമ്മളുടെ രൂപതയ്ക്കും നമ്മളുടെ ഈ പ്രദേശത്തിനും കാർഷിക മേഖലയ്ക്ക് പൊതുവെയും വലിയ ഒരു ഉണർവിനും ഉന്മേഷത്തിനുമുള്ള അവസരമായിട്ട് അത് മാറണം. പാലായിലെ AKCC സമ്മേളനത്തില് 1,00,000 ആളുകളെങ്കിലും ഉണ്ടാകും എന്ന് നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി കർദിനാൾ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം അത് പലയിടങ്ങളിലും ഇതിനോടകം പറഞ്ഞ് കഴിയുകയും ചെയ്തു. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള പ്രാദേശിക സ്വഭാവമുള്ള മീറ്റിങ്ങുകൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതിന് ശക്തമായ ഈടുറ്റ കരുത്തുള്ള കാതലുള്ള നേതൃത്വമാണ് ജോർജ് വർഗീസച്ചനും ഷാജു അലക്സും രാജീവും എല്ലാം ചേർന്ന് നിൽക്കുന്ന ആ ടീം നൽകുന്നത്. ഈ നാളുകളിൽ കൂടിയ സമ്മേളനത്തിലൊക്കെ നമ്മുടെ പ്രിയങ്കരനായ കൊച്ചുപുരയ്ക്കൽ സെബാസ്റ്റ്യൻ അച്ഛന്റെ അറിവും ആവേശവും പകർന്ന് നൽകിയത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 6:45 കഴിയുമ്പോൾ രൂപതാ കേന്ദ്രത്തിൽ എത്തേണ്ട അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ വലിയ കിഴക്കൻ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.